ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് നമ്മൾ ന്യൂസിലൻഡുകാരെല്ലാം പുണ്യ സ്ഥലം പോലെ കണക്കാക്കുന്ന ഒമനാവ ഫാൾസ് കാണാനാണ് പോകുന്നത്. 3 ലുക്കൗട്ടുകളാണ് ഈ ഫാൾസിനുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ലുക്കൗട്ടിലേക്കുള്ള വഴി പാർക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ നടക്കാനുള്ളൂ മാക്സിമം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ലുക്കൗട്ട് 3 ലുക്കൗട്ടിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് ലുക്കൗട്ടാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒമനാവ ഫാൾസിന്. വലിയ മേജർ പവർ ജനറേറ്ററൊന്നും അല്ലെങ്കിലും ആദ്യകാലങ്ങളിലെ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ ഒരു എക്സാമ്പിളാണ് ഈ ഒമനാവ ഫാൾസ് പവർ സ്റ്റേഷൻ. അതിൻ്റെ ഫോട്ടോസും റെക്കോർഡ്സും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്കൗട്ട് കണ്ടാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ലുക്കൗട്ട് ഈസ് സോ ഗുഡ്, ഡാം ഗുഡ്. ഇവിടെ റോക്ക് ഫാളൊക്കെ ഉണ്ട്, അത് കാരണം താഴേക്കുള്ളതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാം, വേറെ വഴി കൂടെ പറ്റും. ഇതാണ് ഫസ്റ്റ് ലുക്കൗട്ട്. ഈ ലുക്കൗട്ടാണ് ഏറ്റവും നല്ല ലുക്കൗട്ട് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടതാണ് ആദ്യത്തെ ലുക്കൗട്ട്, ഒമനാവ ലുക്കൗട്ട്. ഇനി നമുക്ക് അടുത്ത ലുക്കൗട്ടിലോട്ട് പോകാം. നമ്മൾ പോകുന്നത് ഒമനാവ ഫോൾസ്. ആദ്യം ഒരു വ്യൂ പോയിന്റ് നമ്മൾ കണ്ടിരുന്നു, അത് അടുത്തായിരുന്നു. ഇത് പക്ഷേ ഉണ്ടല്ലോ കുറച്ച് 100-600 സ്റ്റെപ്പൊക്കെ നടക്കാനുണ്ട്. ഞങ്ങൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല കാണൂല ഇതടുത്ത ലുക്കൗട്ട്. ശരിക്കും ഇത് നമ്മൾ കാർ പാർക്കിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ലുക്കൗട്ടാണ്. അപ്പോൾ ഗായ്സ്, ഈ കാണുന്നതാണ് സെക്കൻഡ് ലുക്കൗട്ട്. ഒരു 35 മീറ്റർ ഉയരമുണ്ട് ഒമനാവ ഫോൾസിന് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോൾസിൻ്റെ ഉത്ഭവവും പിന്നെ ഈ വെള്ളം എങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നു എന്നൊക്കെ നമുക്ക് ഈ ടോപ്പ് ലുക്കൗട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റേഴ്സ്, നല്ല തണുപ്പ്. ഈ സ്റ്റെപ്പുകളൊക്കെ ഇനി ഇറങ്ങണം. ഞങ്ങൾ കുറേ സ്റ്റെപ്പുകൾ കയറി, അതുകൊണ്ട് കുറേ ഇനി ഇറങ്ങണം. ഗ്രേസ് ക്ഷീണിച്ച് നിൽക്കാം. ഗ്രേസ് നീ ക്ഷീണിച്ചാ? അതെന്താ സ്റ്റെപ്പായി? അതെന്താ ക്ഷീണിച്ചെന്താ? സ്റ്റെപ്പ് കുറേ കയറി ഗൈസ്, പറ്റില്ല. ഓക്കെ, അങ്ങനെ 650-ാമത്തെ സ്റ്റെപ്പിൽ 650-ാമത്തെ സ്റ്റെപ്പിൽ ഗ്രേസ് ഇങ്ങനെ നിൽക്കുക, വടുവൃക്ഷം പോലെ ഇങ്ങനെ. അപ്പോൾ ഗായ്സ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലാസ്റ്റ് ലുക്കൗട്ടിലോട്ടാണ്, തേർഡ് ലുക്കൗട്ടിലോട്ട്. കുറേ നടക്കാനുണ്ടായിരുന്നു, കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി കയറിയൊക്കെയാണ് പോയത്. ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്ക് ആവശ്യതയൊക്കെ ആയി. നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോണ സൗണ്ട്. എന്നാ സുഖം, എന്നാ തണുപ്പ്, നല്ല തണുപ്പാണ്. എത്തിയോന്ന് എനിക്കറിയില്ല. ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഗ്രേസ് വന്ന സമയത്ത് ജാക്കറ്റൊക്കെ ഇട്ട് വന്നതാ, അപ്പോൾ അത് അരയിൽ കെട്ടി. ബ്രിഡ്ജിൽ കൂടെ പോകാൻ പാടും. ഈ ബ്രിഡ്ജിനൊരു ഇതുണ്ട്, മാക്സിമം 10 ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ, ഇത്രയും സ്റ്റാൻഡേ ഉള്ളൂ. ആണ് നിങ്ങൾ കാണാൻ പോണ ഫോൾസിൻ്റെ ഉദ്ഭവം. ഇതാണ് ഏറ്റവും അവസാനത്തെ ലുക്കൗട്ട്, ഈ ഹരിക്കോവ ലുക്കൗട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ തേർഡ് ലുക്കൗട്ടിലോട്ട് എത്തി. സാധാരണ നമ്മൾ ഏത് വാട്ടർഫോൾസിൽ പോയാലും യൂഷ്വലി നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഒമനാവ ഫോൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂസിലൻഡിലുള്ളവർ തലമുറകളായിട്ട് അവരൊരു പുണ്യസ്ഥലം പോലെ കണക്കാക്കി, ഒരു സീക്രട്ട് പ്ലേസ് ആയിട്ട് കണക്കാക്കി പോകുന്ന ഒരു വാട്ടർഫോൾസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൾസിൽ ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല, ഇവിടെ കുറേ സേഫ്റ്റി ഇഷ്യൂസും പിന്നെ കുറേ ഫേറ്റൽ റിസ്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒമനാവ ഫോൾസ് യൂഷ്വലി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.
കയറി തുടങ്ങിയപ്പോൾ തന്നെ എങ്ങനെയുണ്ട്? ഡിസ്ലൈക്കാണോ?